അഭിഷേക് ശർമ്മയുടെ തകർപ്പൻ പെർഫോമൻസിനൊടുവിൽ ഇന്ത്യക്ക് അത്യുഗ്രൻ ജയം അങ്ങനെ വേണം പറയാൻ. 238 റൺസാണ് ഇന്ത്യ അടിച്ചു കൂട്ടിയത് ഇന്ത്യ ന്യൂസിലൻഡ് ആദ്യ T20 മത്സരത്തിൽ. അതിൽ ആകെ ന്യൂസിലൻഡ് തിരിച്ചടിക്കാൻ സാധിച്ചത് വെറും 190 ഇതിൽ പക്ഷേ ഒരു കോൺട്രവേഴ്സി ഉണ്ട്. എന്തുകൊണ്ടാണ് ന്യൂസിലൻഡ് തോറ്റത്? അവസാനം കോമൻറ്റേറ്റേഴ്സ് ഒരു കോൺട്രവേഴ്സി അയച്ചു വിട്ടിട്ടുണ്ട്. അതായത് അവിടുത്തെ ലൈറ്റ്സിനൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത്. അത് ഞാൻ പറഞ്ഞുതരാം. അതുകൂടാതെ എന്തുകൊണ്ടാണ് ന്യൂസിലാൻഡ് ഈ ഫസ്റ്റ് T20യിൽ തോറ്റതും അതോടൊപ്പം തന്നെ ന്യൂസിലാൻഡിന് ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമാകും എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. അതായത് കോൺട്രവേഴ്സി ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അതായത് ലൈറ്റ്സ് കുറേ താഴെ ആയിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് അറിയാമല്ലോ, ന്യൂസിലാൻഡ് പ്ലെയേഴ്സൊക്കെ വളരെ ഇൻ്റർനാഷണലി വളരെ നന്നായിട്ട് നല്ല ഗ്രൗണ്ട്സിൽ കളിച്ച് നല്ല രീതിയിലുള്ള തഴക്കവും വഴക്കവും വന്ന പ്ലെയേഴ്സാണ്. വളരെ മികച്ച ഇൻ്റർനാഷണൽ പ്ലെയേഴ്സാണ് ന്യൂസിലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ അതിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈവൻ എന്തിന് പറയുന്നു, ഇന്ത്യൻ പ്ലെയേഴ്സ് വരെ എന്തോരം ക്യാച്ച് ഡ്രോപ്സ് ആണ് ഉണ്ടായിരിക്കുന്നതെന്ന് അറിയാവോ? സോ ഇതിൻ്റെയൊക്കെ റീസൺ ഈ ലൈറ്റ്സ് കുറച്ച് താഴെയായിട്ട് നിൽക്കുന്നതാണോ എന്നുള്ളത് കമൻറ്റേറ്റേഴ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഒപ്പീനിയനായിട്ട് അവരിത് പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അത് റിങ്കു സിംഗിനോട് അവസാനം മാച്ച് കഴിച്ചതിന് ശേഷം റിങ്കുവിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ റിങ്കു പറഞ്ഞു, ഇല്ല അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നു, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു എന്നാണ് റിങ്കു പറഞ്ഞത്. പക്ഷേ റിങ്കുവിന് അങ്ങനെ പല്ലേ പറയാൻ പറ്റുമോ? കാരണം BCCക്ക് എഗെയിൻസ്റ്റ് ആവില്ല. അങ്ങനെ എന്തെങ്കിലും ലൈറ്റ്സിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റിന് എഗെയിൻസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ റിങ്കുവിന് എന്തായാലും അങ്ങനെ പറയാൻ പാടില്ല, പക്ഷേ പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും കമൻറ്റേറ്റേഴ്സ് ഈ കാര്യം എന്തായാലും ചൂണ്ടിക്കാണുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ന്യൂസിലാൻഡ് ഫസ്റ്റ് T20 മത്സരത്തിൽ തോറ്റത്? അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം നമുക്ക് നോക്കാം ODI മാച്ചസ് എങ്ങനെയായിരുന്നു പോയിരുന്നെന്നുള്ളത്. ആദ്യ ODIയിൽ ന്യൂസിലാൻഡ് തോക്കുകയാണ് ചെയ്തത്. അതിനുശേഷം വൻ കംബാക്കാണ് അവർ നടത്തിയത്. 2-1 അവർ പരമ്പര തൂത്തുവാരി. അതും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള വിജയമായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ T20യിൽ കുറച്ചും കൂടി അവർക്ക് കാര്യങ്ങൾ നിസ്സാരമായിരിക്കും. കാരണം ഇനി 4 മത്സരം കൊടുക്കാനാണ് ബാക്കിയുള്ളത്. ടോട്ടൽ 5 മത്സരമാണുള്ളത്. അതുകൊണ്ട് തന്നെ 3-2 മാത്രം വിജയിച്ചാൽ മാത്രം മതി പരമ്പര സ്വന്തമാക്കാൻ. അതുകൊണ്ട് തന്നെ ന്യൂസിലാൻഡിന് ഒരു കംബാക്ക് ഈസി ആയിരിക്കും. കാരണം അവർക്ക് അവരുടെ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് പറ്റിയെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രൊഫഷണൽസ് ആണ് ന്യൂസിലാൻഡ് എന്ന് പറയുന്നത്. ന്യൂസിലാൻഡ് ഓസ്ട്രേലിയൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏത് നിമിഷവും അവരത് അവരുടെ തെറ്റിൽ നിന്ന് പഠിച്ച് തിരിച്ച് കംബാക്ക് നടത്തുന്ന ടീംസാണ് ന്യൂസിലാൻഡ് പോലുള്ള ടീമുകളെന്ന് പറയുന്നത്. ഇനി ഈ മത്സരത്തിൽ എന്താണ് സംഭവം പറ്റിയത്? ആദ്യം തന്നെ നമ്മുടെ സഞ്ജു സാംസന്റെ വിക്കറ്റ് ആണെങ്കിലും അതോടൊപ്പം തന്നെ ഇഷാൻ കിഷന്റെ വിക്കറ്റ് ആണെങ്കിലും ഈസി ആയിട്ട് ന്യൂസിലാൻഡ് പിക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ ആ ഒരു മൊമെൻറ്റം അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു സൈഡിൽ നിന്ന് അഭിഷേക് ശർമ്മ അടിച്ച് തകർക്കുകയായിരുന്നു. ഈവൻ ആ മൊമെൻറ്റം കാത്തു സൂക്ഷിക്കാൻ പറ്റാഞ്ഞത് പോലെ ഓരോ ബോൾസിലും, നോട്ട് ഈവൻ ഓവറിൽ ഓരോ ബോൾസിലും ബൗണ്ടറീസ് ആയിരുന്നു. 6-4 എന്ന രീതിയിൽ ബൗണ്ടറീസ് ആയിരുന്നു അഭിഷേക് ശർമ്മ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂസിലാൻഡ് ബൗളേഴ്സിന് അതിൻ്റെതായ ഒരു മൊമെൻറ്റം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ ന്യൂസിലാൻഡ് ബൗളേഴ്സ് ഭയപ്പെട്ടു. അഭിഷേക് ശർമ്മയ്ക്കെതിരെ ബൗൾ ചെയ്യുന്നതിനായിട്ട് ഭയപ്പെട്ടു. പക്ഷേ അഭിഷേക് ശർമ്മ പുറത്താകുമ്പോഴത്തേക്ക് ഏകദേശം ഇന്ത്യ നല്ലൊരു സ്കോറിലേക്ക് ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു വെൽ ടോട്ടൽ. പിന്നീട് ഫോളോ അപ്പ് വന്നു കഴിഞ്ഞാൽ റിങ്കു സിംഗ് ആണെങ്കിലും സൂര്യകുമാർ യാദവും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും നമ്മുടെ ഹാർദിക് പാണ്ഡ്യ ആണെങ്കിലും ഇവർ 4 കൂടെ ചേർന്ന് ഇന്ത്യക്ക് നല്ലൊരു ടോട്ടൽ 238 റൺസിൻ്റെ ഹ്യൂജ് ടോട്ടൽ കൊടുക്കാൻ പറ്റി. ഈ ഹ്യൂജ് ടോട്ടൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒപ്പോണൻറ്റിന് ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവും. ഇത് കൂടാതെ രണ്ടാമത് ഒരു കാര്യം കൂടിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഫീൽഡിങ്ങിൽ ലൈറ്റ്സിൻ്റെ കാര്യം അവിടെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കോൺട്രവേഴ്സിയിലേക്ക് പോകണ്ട. കോൺട്രവേഴ്സി മാറ്റി നിർത്തിയ കഴിഞ്ഞാൽ ഫീൽഡിങ് വളരെ പരിതാപകരമായിരുന്നു. ഒരിക്കലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല ന്യൂസിലാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഫീൽഡിംഗ് ഒക്കെ പോകുന്നത് നമുക്ക് ആർക്കെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള പൂവർ ഫീൽഡിംഗ് ആയിരുന്നു. പക്ഷേ ഇന്നത്തെ മാച്ചിൽ നമുക്ക് ഇന്ത്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയത്. ക്ലാർക്കിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ കണ്ടില്ല, ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന 2 ബോൾസാണ് പോയത്, ബൗണ്ടറി പോയത്. അതും 8 റൺസ് വഴങ്ങി. അപ്പം അവരുടെ ഫീൽഡിങ് വളരെ പൂറായിരുന്നു. ഈവൻ ഫിലിപ്സിൻ്റെ കയ്യിൽ നിന്ന് വരെ ബോൾ പോകുന്നത്. ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ലൈറ്റ്സിൻ്റെ പ്രശ്നം കൂടി നമുക്ക് എടുത്ത് പറയേണ്ടി വരുന്നത്. എന്തായാലും അതവിടെ മാറ്റി നിർത്താം. പിന്നെ രണ്ടാമത് പറഞ്ഞ എക്സ്ട്രാസ് ഏകദേശം 12 മുകളിൽ വൈഡ്സ് റൺസാണ് ഇന്ത്യക്ക് വേണ്ടി ന്യൂസിലാൻഡ് കൊടുത്തത്. ഒന്ന് ആലോചിക്കും, ന്യൂസിലാൻഡ് പോലുള്ളൊരു വലിയ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയും വൈഡ്സ്, ഇപ്പോൾ ഇന്ത്യയാണ് അത്രയും വൈഡ്സ് എക്സ്ട്രാ എറിയുന്നതെങ്കിൽ നമുക്ക് അതിശയപ്പെടാനൊന്നും തോന്നുന്നില്ല. പക്ഷേ ന്യൂസിലാൻഡ് പോലുള്ളൊരു ടീമിൻ്റെ ഭാഗത്ത് നിന്ന് അത്രയും വൈഡ്സ് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ വണ്ടർ അടിക്കും അല്ലേ? ആ വണ്ടർ ഇവിടെയും വന്നിട്ടുണ്ട്. അത് ഈ മാച്ചിനെ നന്നായിട്ട് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ഇൻ ടോട്ടൽ ഫീൽഡിങ്ങിലായിരുന്നു വളരെ പൂറായിരുന്നു. ഇനി ബാറ്റിങ്ങിലേക്ക് തിരികെ വന്നപ്പോഴത്തേക്ക് ഇത്രയും വലിയൊരു സ്കോർ ചേസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ബാലികല മലയാണ്. അപ്പം ഈ മല കയറണമെങ്കിൽ തന്നെ കോൺഫിഡൻസ് വേണം. സോ 238 എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവത്തില്ല. സോ അത് ഇറങ്ങി ബാറ്റ് ചെയ്ത രണ്ടാമത്തെ ബോളിൽ തന്നെ അവരുടെ ഓപ്പണറുടെ നഷ്ടമാകുന്നു, കോൺവെയർ നഷ്ടമാകുന്നു. അതിനുശേഷം തൊട്ടടുത്ത നെക്സ്റ്റ് ഓവറിൽ തന്നെ വീണ്ടും 2 റൺ
ആദ്യം തന്നെ ഒരു ടോപ്പ് ഓർഡറിൽ നിന്ന് കിട്ടേണ്ട ഒരു സപ്പോർട്ട് ന്യൂസിലാൻഡിന് കിട്ടിയില്ല. പിന്നീട് വന്ന ഫിലിപ്സിന് മാത്രമാണ് അവിടെ കാര്യമായി കളിക്കാൻ പറ്റിയത്. 78 റൺസ്. ഫിലിപ്സിൻ്റെ ഷോട്ട് ഉഗ്രൻ ഷോട്ടുകളായിരുന്നു. ടക്ക് ടക്ക് എന്നും പറഞ്ഞുള്ള സിക്സുകളായിരുന്നു ഫിലിപ്സ് അടിച്ചുകൊണ്ടിരുന്നത്. ഉഗ്രൻ ഇന്നിങ്സ് ആയിരുന്നു. 78 റൺസാണ് അടിച്ചു കൂട്ടിയത്. അതിൽ 107 മീറ്ററിൻ്റെ ഒരു സിക്സ്, 105 മീറ്ററിൻ്റെ ഒരു സിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അടിച്ചു പൊട്ടിച്ചു. പക്ഷേ ഫിലിപ്സിൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ റോബിൻസനും അതുപോലെ തന്നെ ചാപ്മാനും സാധിച്ചിട്ടില്ല. കാരണം റോബിൻസനും ചാപ്മാനും ആദ്യം സ്ട്രൈക്ക് ചെയ്യാനും ബാറ്റിലേക്ക് ബോൾ വരുത്തിയാനും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈവൻ റോബിൻസൺ ആണെങ്കിലും ചാപ്മാൻ ആണെങ്കിലും തൻ്റെ ബാറ്റിലേക്ക് കറക്റ്റായിട്ട് ബോൾ കിട്ടി തുടങ്ങിയത്. അവരുടെ സ്കോർസ് ഇങ്ങനെയാണ്: 15 ബോളിൽ 21 റോബിൻസണും അതോടൊപ്പം തന്നെ 24 ബോളിൽ 39 ചാപ്മാനും. ചാപ്മാൻ പിന്നീടാണ് കുറച്ച് അടിച്ചത്. സോ ഇത് കുറച്ചും കൂടി ഒന്ന് മുൻപോട്ടായിരുന്നു. ആദ്യ ഘട്ടത്തിൽ തന്നെ ഇവർക്ക് നല്ല രീതിയിൽ ഇവർ ബാറ്റിലേക്ക് ബോൾ വന്നിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഫിലിപ്സിന് കുറച്ചും കൂടെ സപ്പോർട്ട് കിട്ടിയെന്നല്ലോ. സോ ഫിലിപ്സിന് അത്രയും പ്രഷർ വരത്തില്ലായിരുന്നു. സോ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തോളിലേറ്റി പോയത് സംഭവം ഫിലിപ്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഫിലിപ്സിന് ആ ഇന്നിങ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത്, 78 വെച്ച് പുറത്താകേണ്ടി വന്നത്. ബട്ട് ഒരു ബ്രില്യൻറ്റ് ഇന്നിങ്സ് ആയിരുന്നു ഫിലിപ്സ് കാഴ്ചവെച്ചത്. പിന്നെ മിച്ചലിൻ്റെ ഇറങ്ങിയ പൊസിഷൻ കുറച്ചും കൂടി താഴെയായിട്ടൊക്കെയായി പോയി. എൻ്റെ അഭിപ്രായത്തിൽ മിച്ചലിനെ കുറച്ചും കൂടി മുന്നോട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ഫിലിപ്സുമായിട്ട് 2 പേരായിട്ട് അവരായിരുന്നു പാർട്ണർഷിപ്പ് പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി മാറ്റം വരുമായിരുന്നു. അത് നമ്മൾ തേർഡ് ഓടിയിൽ നമ്മൾ കണ്ടതുമാണ്. ഫിലിപ്സിൻ്റെയും മിച്ചലിൻ്റെയും ബാറ്റിംഗ് എത്രത്തോളം പവർഫുള്ളാണ് വൺ ഡേ മാച്ചിലെന്ന്. എന്തായാലും ഇതൊക്കെ ഇൻ ടോട്ടൽ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഫീൽഡിങ്ങിലാണെങ്കിലും ബാറ്റിങ്ങിലാണെങ്കിലും ഈവൻ ബോളിങ്ങിൽ വരുമ്പോഴത്തേക്കാണെങ്കിൽ ജെയിംസനൊക്കെ നമ്മൾ എത്ര എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. 54 റൺസാണ് കൊടുത്തേക്കുന്നത് ജെയിംസിൻ്റെ. ജെയിംസിൻ്റെ ഭാഗത്ത് നിന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നത് ഇത്ര റണ്ണ് വിട്ടുകൊടുക്കും എന്നുള്ളത്. സോ ഏത് രീതിയിൽ നോക്കിയാലും ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും ഫീൽഡിങ്ങിലാണെങ്കിലും പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ ന്യൂസിലാൻഡ് ഭാഗത്ത് നിന്ന് വന്നേക്കുന്നത്. സോ ഇതൊക്കെ ഓൾ ടുഗെദർ ആണ് ഇന്നത്തെ മത്സരത്തിൽ ന്യൂസിലാൻഡ് തോക്കാനായിട്ട് കാര്യമാക്കുന്നത്. പക്ഷേ ഞാനിതിൽ ഇതാവുന്നില്ല. കാരണം എനിക്കിനിയും നല്ലൊരു ഇതുണ്ട്. കാരണം ന്യൂസിലാൻഡിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ കുറച്ചും കൂടി നല്ല രീതിയിലുള്ള മികച്ച കളികൾ നമുക്ക് കാണാൻ പറ്റും. ആസ് എ ക്രിക്കറ്റ് ഫാൻ എന്ന നിലയിൽ നമുക്ക് നല്ല മികച്ച മത്സരങ്ങൾ ഇനിയുള്ള മത്സരങ്ങളിലൂടെ കാണാൻ പറ്റും. കാരണം ഇനി T20 വേൾഡ് കപ്പ് വരെയാണ്. അതിനുള്ള മുമ്പുള്ള പ്രിപ്പറേഷൻസ് കൂടിയാണ് ന്യൂസിലാൻഡ് ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് തീപ്പാറ് മത്സരങ്ങളായിരിക്കും. 3-2 ന്യൂസിലാൻഡ് എടുത്താലും അല്ലെങ്കിൽ 4-1 ന്യൂസിലാൻഡ് എടുത്താലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. കാരണം നമുക്കുള്ള ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മുടെ പാഠം കഴിഞ്ഞ ആഴ്ച നടന്ന അങ്ങനെയുള്ള സംഭവമാണ്. വൺ ഡേയിൽ അവർ 2-1 കപ്പെടുത്തിരിക്കുന്നു. സോ ഇതൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അതോ ഇന്ത്യ ആയിരിക്കുമോ മാസീവ് വിക്ടറി കൊയ്യാൻ പോകുന്നത്? കാരണം ഇന്ത്യയുടെ ടീം സ്ട്രോങ് ആണ്. എസ്പെഷ്യലി T20s വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്. അഭിഷേക് ശർമ്മ നമ്പർ 1 ODI ബാറ്റിംഗ് പെർഫോമറാണ്. റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. സോ അതുകൊണ്ട് തന്നെ കുറേ കൂടി മൊമെൻറ്റം ഇന്ത്യക്ക് ഉണ്ട്. അത് ഇന്ത്യൻ പിച്ചസിൽ നടക്കുന്ന ഒരു കളിയാണ്. സോ എനിവേസ് ലെറ്റ്സ് സീ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയുള്ള ഒരു ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ മത്സരങ്ങളുണ്ട്. ഇനി മറ്റന്നാൾ അടുത്ത മത്സരം നടക്കുകയാണ്. സോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആരായിരിക്കും കപ്പെടുക്കുക എന്നുള്ളത്. And the thing is, if you like the video, please do subscribe my channel, and for the next video, please wait. See you. Bye.